ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഇടവെട്ടിയിൽ മണ്ണെടുപ്പ് ചോദ്യം ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും റിയൽ എസ്റ്റേറ്റുകാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. വീടുകൾക്ക് ഭീഷണിയാകും വിധം മണ്ണെടുത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിനിടയാക്കിയത്. അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു കുന്ന് പൂർണ്ണമായും ഇടിച്ചു നിരത്തിയുള്ള മണ്ണ് വിൽപ്പന. സ്ഥലം പ്ലോട്ടുകളാക്കി വിൽപ്പന നടത്തുന്നതിന് അനുമതി വാങ്ങിയാണ് മണ്ണെടുപ്പ് ആരംഭിച്ചത്. എന്നാൽ സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ ആഴത്തിൽ മണ്ണെടുത്തു തുടങ്ങിയത് ചോദ്യം ചെയ്തത് ഭീഷണിക്ക് കാരണമായി. ഞാൻ ഒന്നും നിന്നിട്ടില്ല. ഞാൻ മിണ്ടാൻ വന്നിട്ടില്ല. എന്റെ കുടുംബം എന്റെ വീട് പൊതിക്കാൻ വന്നാൽ നടക്കൂലെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ആ കുഴപ്പമില്ല. നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യോ. കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ മൂന്നടിയടുത്ത് അരിഞ്ഞ് ഇതുപോലെ മുക്കിയ എങ്ങനെ 3 അടി അരിയുമ്പോ തന്നെ വീട് ആകെ പോയില്ലോ. 3 അടിയടുത്ത് അരിഞ്ഞ് കെട്ടിയിട്ട് കാര്യമില്ലെന്ന്. 3 അടി അരിയുമ്പോൾ പിന്നെ കെട്ടേണ്ട ആവശ്യം വരില്ല. അതാ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് തന്നാൽ 5 അടി വിട്ട് കോൺക്രീറ്റ് ചെയ്യാന്ന്. ആ എഗ്രിമെന്റ് പാലിക്കാത്ത ആ എഗ്രിമെന്റ് പാലിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവര് ഈ മെമ്പറും പഞ്ചായത്ത് മെമ്പറും എല്ലാം കൂടി ഗ്രൂപ്പായി. എന്നിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഒപ്പിടിച്ചു വിട്ടു. 3 അടി അഞ്ഞോളാന്ന് പറഞ്ഞിട്ട്. അത് ആരുണ്ടാക്കി ചെയ്യണമെന്ന് നമുക്കറിയാമല്ല. പിന്നെ രാവിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണെടുക്കാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഈ വീട്ടുകാരെല്ലാം കൂടെ വന്ന് സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് ആ അനിൽ എന്ന് പറഞ്ഞ ആൾ എന്നെ ഭീഷണിപ്പെടുത്തി. നീ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, ഇനി ജോലി ഞാൻ കളയുന്നു, എന്നെ വീട്ടിൽ ഇരുത്തും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉള്ള അവസ്ഥയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ രാവിലെ പോയിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. അനുമതി ലഭിച്ചതിലും കൂടുതൽ ഭൂമി താഴ്ത്തുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തെന്നും പരാതിയുണ്ട്. അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെ തുടർന്ന് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. വിഷയത്തിൽ ജില്ലാ കളക്ടർക്കും റവന്യൂ, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകൾക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. നമ്മളാരും അറിയാതെയാണ് ഇവരിത് ഇത്രയും ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മണ്ണെടുത്ത് തുടങ്ങി. ഇവര് ഫസ്റ്റ് ടൈം പറഞ്ഞ് നമുക്കൊന്നും ഒരു വിഷയം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് മണ്ണെടുത്ത് തുടങ്ങിയത്. ലാസ്റ്റ് വന്നപ്പോൾ ഇവർ പല രീതിയിൽ പല സ്ഥലത്തുമാണ് നമുക്ക് ഓരോരോ വാക്കുകൾ തരുന്നത്. എഗ്രിമെന്റ് ചെയ്തിട്ട് അവരെ എഗ്രിമെന്റ് തിരുത്തി വീണ്ടും പല ഇഷ്യൂസ് ഉണ്ടാക്കി. ഇപ്പൊ ഒരു ഭീഷണിയിലാണ്. നമുക്കിത് ചെയ്ത് കിട്ടിയേ പറ്റൂ. കാരണം നമ്മുടെ വീടിനും മതിലിനും എല്ലാം വളരെ വൻ ഭീഷണിയാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. പരാതി കൊടുത്തിരിക്കുന്ന കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, തഹസിൽദാർക്ക് കൊടുത്തിട്ടുണ്ട്, ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മണ്ണെടുപ്പ് ഇന്ന് രാവിലെ വന്നപ്പോ അത് മണ്ണെടുക്കുന്നതെന്ന് ഞങ്ങൾ തടഞ്ഞതുകൊണ്ട് നിർത്തിപ്പോയതാ. അതിന്റെ ഇട്ടാച്ചി പറയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ വന്ന് മണ്ണെടുക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം പറവൂർക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്ന്. പറവൂർ, ആലക്കോട്, തൊടുപുഴ, ഭാഗത്തേക്കൊക്കെ ഇത് മണ്ണെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. വീടുകൾക്ക് സമീപം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്ന് പ്രദേശവാസികൾക്ക് മണ്ണെടുപ്പുകാർ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പ് നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, ഇടുക്കി.